നീതു എന്താ രശ്മേ വന്നോടനെ നീതുവിനെ അന്വേഷിക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം? നീതുവിനെ കാണാൻ അവളുടെ ഒരു ഫ്രണ്ട് വന്നു. ഫ്രണ്ടോ? ആര്? അത് ഹരിത എന്ന് പറഞ്ഞ. ഹരിത? നീതു ഏതാണ് നിന്റെ ഫ്രണ്ട് ഹരിത? ഹരിത ഹരിത കോളേജിലെ കുട്ടിയാ. എവിടെയാ രശ്മി? പുറത്ത് എന്തോ തിരക്കുണ്ട്, വണ്ടിയിലിരിക്കുക. ഓ, അവൾക്കെന്താ ഇങ്ങോട്ട് വന്നാ? അത് കാലിന് സ്വാധീനമില്ലാത്ത കുട്ടിയാ, അതാ ഇറങ്ങാത്തെ. സ്വാധീനക്കുറവോ? എന്നാ പിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ, ഇവിടെ നിന്ന് സംസാരിച്ചൂടെ? ശരി, കൂട്ടിക്കൊണ്ടുവരാം. ഞാൻ പോട്ടെ സീതേച്ചി. പോയിട്ടാ. അതെ, ശരിക്കും താങ്ക് യു കേട്ടോ. അതെ, എങ്ങോട്ടേ പോണേ? എടാ, ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി മാറി നിൽക്കുന്ന നല്ലത്. എടാ, ഓപ്പറേഷൻ സക്സസ്. ഇത് നോക്കി നീതു. ഹായ്. ചെല്ലടാ, ചെല്ല്. എന്താ ഹരീഷ് ഇവിടെ? അത് ഞാൻ നിന്നെ കാണാൻ വന്നതാ. നിനക്ക് എങ്ങനെയുണ്ട്? വീട്ടില് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നീ എന്താ ചേട്ടനെ കൂട്ടി വന്നേ? ഞാൻ വന്നില്ലായിരുന്നെങ്കിലേ നിന്റെ കാമുകം വന്നതുപോലെ തന്നെ തിരിച്ചു പോയാനെ. ഞാനുള്ളതുകൊണ്ടാ ആ കുട്ടി അകത്ത് വന്ന് തന്നെ വിളിച്ചോണ്ട് വന്ന്. ആണോ? ചെയ്ത ഉപകാരത്തിനെ നന്ദി. താങ്ക് യു. ഞങ്ങൾക്കേ കുറച്ച് പേഴ്സണൽ ആയിട്ട് സംസാരിക്കാനുണ്ട്. അങ്ങോട്ട് മാറി നിന്നാ കുഴപ്പമില്ലല്ലോ. ഓഹോ, പേഴ്സണൽ. ശരി ശരി, സംസാരിച്ചിട്ട് വേഗം വാട്ടാ. എടി, നിന്റെ വീട്ടുകാര് തല്ലിയൊന്നുമില്ലല്ലോ? ആളുകൾ കാണും. കാണുന്നവര് കാണട്ടെ. എനിക്ക് നിന്നെ ശരിക്കും മിസ് ചെയ്തു. ഒന്ന് വിളിക്കാൻ ഫോണ് പോലും ഇല്ലാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയാവോ? ചത്താലൊന്നു പോലും തോന്നിപ്പോയി. എടി പൊട്ടി, വെറുതെ ഓരോന്ന് പറയണ്ടിരിക്കും. നീ ഇന്ന് വന്നത് നന്നായി, ഇല്ല ഞാൻ അങ്ങോട്ട് വന്നേനെ. എന്തിനാണ് അടിക്കണേ? പോരുത്. എന്റെ പെങ്ങൾ എന്ത് വേണമെന്ന് എനിക്കറിയാം. റോഡിൽ നിന്ന് പ്രേമം കളിച്ച് നാണം കളിച്ചല്ലേ? വാടിങ്ങോട്ട്. നിന്നോട് പുറത്തിറങ്ങരുതെന്നേ പറഞ്ഞേ. പോട്ടെ, സാരമില്ല. പ്രേമത്തിന് വേണ്ടി ഒരു അടിയൊക്കെ വാങ്ങുന്നത് നല്ലതാ. പിന്നല്ലാതെ റോഡിൽ നിന്ന് ഒരുത്തൻ പെങ്ങളെ കെട്ടിപ്പിടിച്ച ആർക്കാരും ദേഷ്യം വരൂലേ? അത് ഞാൻ. അത് വിട് നീ. വാ. അവരവളെ എടാ, പേടിക്കാതിരിക്കേ, കൊല്ലൊന്നുമില്ലല്ലോ. നീ വന്നേ, വാ. എടാ, വാടാ ഇങ്ങോട്ട്. സുധി ചേട്ടാ, സുധി ചേട്ടാ. എടാ, കുഴപ്പമില്ലടാ. നടക്കാൻ. എന്തിനാണ് ഇപ്പോൾ തള്ളിയിടണേ? അയ്യോ, എന്താടാ? പുന്നാര മോളല്ലേ, അവളോട് തന്നെ ചോദിക്ക്. ഇവളോട് ഞാൻ പുറത്തു പോരല്ലേ പറഞ്ഞു, പിന്നെ എങ്ങനെ പോയത്? ആ രേഷ്മ ഒന്ന് വിളിച്ചിട്ട് പോയതാ. ഇവളുടെ ഏതോ കൂട്ടുകാരി കാല് കയറ്റതാ, വണ്ടിയിൽ ഇരിപ്പുണ്ട്, കണ്ടിട്ട് വരാന്നോണ്ട് പോയതാ. ആരോ വന്ന് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ കൂടെ പറഞ്ഞു വിടുവല്ലേ? ഇവളുടെ ഫ്രണ്ടിന് കാലിനല്ല വയ്യാത്ത. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തെളിച്ചു പറയടാ. ആ ഹരീഷും
അവന്റെ ചേട്ടനുമായിരുന്നു പുറത്ത്. നിങ്ങൾ അവരെ കാണാനാ ഇവളെ പറഞ്ഞുവിട്ടെ. പെറ്റാളെ പറ്റിക്കുന്നൊരു മൂദേവി. നിങ്ങൾ എന്ന് ഞാൻ കള്ളമാരോട് മോശമല്ലേ നിന്നെ കൊല്ലുന്നത് നിന്നെ. എന്തായാലും ചോദിക്കാനാണെങ്കിലേ ആദ്യം വാ തുറന്ന് ചോദിക്ക്. അപ്പോഴേക്ക് തല്ലാൻ തുടങ്ങിയല്ലേ വേണ്ടത്. ഞാൻ ചോദിച്ചോളാം. ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞതല്ല മോളെ. ഇനി നീ അവനെ കാണാൻ പോകുന്നത് ശരിയാണോ? അയ്യോ പാവം, മടിയിരുത്തി അങ്ങ് കൊഞ്ചിക്ക്. ഞാൻ വരുമ്പോ കണ്ട എന്താണെന്നറിയോ? ഇവളവനെ നാട്ടുകാർ കാണാൻ നടു റോഡിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അയ്യേ കെട്ടിപ്പിടിച്ച് നിൽക്കേ. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഞാനാ പിടിച്ചിങ്ങോട്ട് കൊണ്ടുവന്ന. അത് കണ്ടിട്ട് ഞാൻ തല്ലായിരിക്കും തോന്നുന്നുണ്ടോ? എടി നായ, വീടിന്റെ മുമ്പിൽ വിളിച്ചു ചേർത്തിട്ട് വേണ്ട അതിനെ കാണിക്കുന്ന നിന്നെ എന്ത് ഞാൻ എനിക്ക് ഹരീഷിന് ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇനി നിങ്ങൾ എന്നെ എത്ര അടിച്ചാലും ഇനി കൊല്ലും തന്നെ വെച്ചാലും എനിക്ക് ഹരീഷിനോടുള്ള ഇഷ്ടം മാറില്ല. ഞാൻ അവരെ തന്നെ കല്യാണം കഴിക്കുകയും ചെയ്യും. കേട്ടോ? ദേഹത്ത് കൈവച്ചോണ്ടല്ലോ തിരിച്ചു എന്റെ കയ്യിൽ നിന്ന് കിട്ടും, പറഞ്ഞേക്കാം. നിനക്ക് എന്ത് വൃത്തിയോടെ കാണിക്കാല്ലേ? അത് ചോദിച്ചാ നീ നിന്റെ ചേട്ടനെ തിരിച്ചടിക്കൂലേ? അതെ. നിനക്ക് എത്ര വയസ്സായിടി? ഈ പ്രായത്തിലുള്ള പെൺകുട്ടി എങ്ങനെയാണോ കാണിക്കേണ്ടത്? അത് ചോദിച്ചപ്പോ നീ തിരിച്ചടിക്കൂലേ? എനിക്കും പ്രായമൊക്കെ ആയി. ഗുണദോഷിക്കുകയും ശാസിക്കുകയും ചെയ്തതേ നിങ്ങളുടെ കാര്യം. പകരം എന്നെ തല്ലിയ എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. നീതു, ഇതിനു മേലെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കില്ലയോ? അത് പറ. ഹരീഷിന്റെ കാര്യത്തിലാണെങ്കിലേ ഇല്ല അച്ഛാ, ഈ വിഷയത്തിൽ എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. ഇവള് നിങ്ങളുടെ മകള് തന്നെയാണോ അമ്മേ? ഇവള് കാരണം ഇപ്പൊ പുറത്തിറങ്ങി തല ഉയർത്തി നടക്കാൻ പറ്റാതായി. അതുകൊണ്ടായിരിക്കും പ്രായമായ പെൺകുട്ടികളെ നീ വഴി നിർത്തി അപമാനിക്കുന്നത്, അല്ലേ? നിന്റെ യോഗ്യതൊന്നും നീ പറയണ്ട. നീതു, തർക്കുത്തരം പറയരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവനെന്ത് സംസാരിക്കാൻ? അതിനൊരു കുഴപ്പമില്ല, അല്ലേ? ഞാൻ എന്ത് തെറ്റാടി ചെയ്തേ? നീ കാണിച്ച വൃത്തികൾ ചോദിച്ചതോ? ഇവരെന്താ? ഞാൻ എന്ത് വൃത്തിയോടാണ് ചെയ്തേ? എന്താ ചെയ്തേ? അങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വരാൻ. നീതു, ഞാൻ പറഞ്ഞതനുസരിച്ച് നിൽക്കാണെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോളാം. കേട്ടോ? അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ. ഇത് കേട്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കാമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാം. നീ ചത്തുപോയെന്ന് ഞങ്ങൾ വിചാരിച്ചോളാം. ഇനി നിനക്ക് വേണ്ടി നാട്ടുകാരുടെ അടികൂടാൻ വയ്യ. ഇതിലും മേലെ നിനക്ക് വേണ്ടി നാളം കെടാനും വയ്യ. നീതു, ചെറിയ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പോലെ ഒരുപാട് തവണ ഞാൻ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി. നീ എത്ര വാശി പിടിച്ചാലും അവനായിട്ടുള്ള കല്യാണം ഞങ്ങൾ നടത്തി തരില്ല. നിങ്ങളോട് അതിനെ നടത്തിത്തരാൻ ഞാൻ പറഞ്ഞില്ല അച്ഛാ. പക്ഷെ എന്തെങ്കിലും ആരെങ്കിലും ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് ഹരീഷിനെ മാത്രമായിരിക്കും, തീർച്ച. അതുവരെ നീ അവന്റെ കൂടെ കറങ്ങിയെടുക്കുമായിരിക്കും അല്ലേ? ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഞങ്ങള് പറഞ്ഞ അനുസരിക്കാമെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം. അല്ല ഇനി അവനെ കാണാനോ നാട്ടുകാർ കണ്ടി ഒട്ടിപ്പിടിച്ച് നടക്കാനാണോ ഭാവമെങ്കിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. നീതു, മാലോർക്ക് എടി, മാലോർക്കാൻ എടി, തുറക്കാൻ മാലോർക്കടി. ഓ, ബാഗ് എടുത്ത് ഇറങ്ങിയോ? അച്ഛനും അമ്മയും ഓപ്ഷൻ പറഞ്ഞു. എനിക്ക് ഹരീഷിനെ മറന്ന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരെ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഓ, ബാഗ് എടുത്ത് ഇറങ്ങിയോ? അച്ഛനും അമ്മയും ഓപ്ഷൻ പറഞ്ഞു. എനിക്ക് ഹരീഷിനെ മറന്ന് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അവരെ രണ്ടാമത് പറഞ്ഞ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. കേട്ടില്ലേ അമ്മേ, അവള് പോവാണെന്ന്. ഞങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബാഗ് നോക്കി പോവാൻ ധൈര്യമായ നിനക്ക്? പുറത്തോട്ട് നീ എന്ത് ചെയ്യാനാ? എങ്ങനെ ജീവിക്കുന്ന? അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോവാൻ പറഞ്ഞു, ഞാൻ പോന്നു. ഇനിയും നിങ്ങളുടെ തല്ലും ചവിട്ടും കൊള്ളാൻ എനിക്ക് വയ്യ. നീ എങ്ങോട്ട് പോവാ? എവിടേക്കെങ്കിലും പൊക്കോളാം. ഇനി ഇവിടുന്ന് തല്ല് വാങ്ങി ചാവാൻ വയ്യ. നോക്കി നിൽക്കാതെ ബാഗ് പഠിക്കും. മോളെ, നീ അവിടെ നിൽക്കും മോളെ. മോളെ അവിടെ നിക്ക്. മോളെ, അച്ഛൻ പറയുന്നത് കേൾക്ക്. അത് കേട്ടോണ്ടാണല്ലോ ഇപ്പൊ ഇറങ്ങിയത്. ആ കുടുംബത്തെ പറ്റി നിനക്ക് അറിയാത്തോണ്ടാ. വെറുതെ നീ നിന്റെ ജീവിതം നശിപ്പിക്കല്ലേ. സാരില്ല, എന്റെ ജീവിതമല്ലേ, ഞാൻ നോക്കിക്കോളാം. എന്തായാലും നിങ്ങൾക്ക് ആ കുടുംബത്തെ പറ്റിയുള്ള അഭിപ്രായമല്ല എനിക്ക്.
അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അത് ഞാൻ സഹിച്ചോളാം. ഇതുവരെ എന്നെ വളർത്തി വലുതാക്കിയനെ വളരെ നന്ദി. നീതു നീതു നിന്നോട് അകത്തേറി പോവാനാ പറഞ്ഞേ. വിടടാ, കൈ വിടടാ. നിങ്ങൾ പറയുന്നതായിട്ട് ജീവിക്കാനേ എനിക്ക് വയ്യ. ഹരീഷിനെ കാണാതെ സംസാരിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ആ പേര് കേട്ട നിങ്ങൾ എന്നെ വീണ്ടും അടിക്കാൻ തുടങ്ങും. ഇനി നിങ്ങൾ അടിയും കൊണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. ഞാൻ ചത്തുപോയിന്ന് വിചാരിച്ചോളാന്നല്ല അമ്മ പറഞ്ഞ്. അങ്ങനെ തന്നെ വിചാരിച്ചു. ഡി ഞങ്ങള് പറയുന്നേക്കാതെ നീ പോവാന്നല്ലേ? പൊയ്ക്കോ, എവിടെ നിന്ന് പോയിത്തോളേ. ശരി, തൊലഞ്ഞോളാം. മോളെ മോളെ ഈശ്വര ഓടി, നിനക്ക് ഇഷ്ടമുള്ളടുത്ത് പോ, പോയി തോലേ. എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, അപ്പ കാണാം. അമ്മ എന്തൊക്കെയാ പറയുന്നത്? അവളോട് പോവാൻ പറഞ്ഞ എന്തിനാ? അല്ലാതെ പിന്നെ ഞാൻ എന്റെ സാരത്തുമ്പിൽ കെട്ടിയിരുന്നോ? പോട്ടെ, എത്രത്തോളം പോകുന്നു ഞാൻ ഒന്ന് കാണട്ടെ. എന്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം. പോടി, പോ. എന്ത് കാഴ്ച കാണാൻ നോക്കിക്ക? നിങ്ങൾക്ക് കുടുംബത്തിൽ ഒരു പണിയൊന്നുമില്ലേ? അമ്മ അമ്മ ഇങ്ങോട്ട് വന്ന് വാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോയത്? അത് നീതുവിന് കൂടുതൽ കുഴപ്പമുണ്ടാക്കല്ലോ. ഒന്നും ആലോചിക്കാതെ ഓരോന്ന് ചെയ്ത കൂട്ടാണോ നിങ്ങള്? അത് സുധിച്ചേട്ടാ, ഏട്ടത്തി പറഞ്ഞത് ശരിയാ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? എടാ, ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന്. എന്താ എന്താ പ്രശ്നം? എന്താ എല്ലാവരും ഒരുമാതിരി വല്ലായിരിക്കുന്നേ? വീണ്ടും കുഴപ്പം തന്നെ സുഭാഷേട്ടാ. കുഴപ്പമോ? എന്ത് കുഴപ്പം? നീ ഒന്നും മിണ്ടായിരുന്നു നികേഷ്. അവിടെ നീ എന്തിനാടാ അവന്റെ നേരെ കണ്ടു വിട്ടുന്നേ? നികേഷേ, കാര്യം പറ. ഇവർ രണ്ടുപേരും നീതുവിന്റെ വീട്ടിൽ പോയി പിന്നെ അടിയുണ്ടാക്കി. അടിയുണ്ടാക്കിന്നോ? ഏയ്, അടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. സുഭാഷ് ഏട്ടാ, ഹരീഷ് നീതുവിനെ കാണാൻ വേണ്ടി പോയിരുന്നു. അവളുടെ ബ്രദർ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത് മാത്രം, വേറെ വിഷയമൊന്നുമില്ല. എടാ, വീണ്ടും എന്തിനാടാ അവിടെ പോയി വഴക്കുണ്ടാക്കിയത്? ഉള്ള കുഴപ്പം പോരാതെയാണോ വീണ്ടും വഴക്കുണ്ടാക്കാനൊക്കെ അവിടേക്ക് പോയത്? വീട്ടിലേക്കൊന്നും പോയില്ല സുഭാഷേട്ടാ, വഴിയിൽ നിന്ന് കണ്ട് സംസാരിച്ചേ ഉള്ളൂ. ആ, അത് ഇവനവളെ കാണണമെന്ന് പറഞ്ഞപ്പോഴാ, അല്ലാതെ വഴക്കുണ്ടാക്കാൻ വേണ്ടി പോയതൊന്നും അല്ല ഞങ്ങള്. ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് വീണ്ടും അവിടേക്ക് തന്നെ പോണായിരുന്നോ? സുഭാഷ് ഏട്ടാ, ഒന്ന് വിളിച്ച് ചോദിക്കാനേ ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ പോലും ഇല്ല. ഇത്രയും വഴക്ക് കഴിഞ്ഞ് പോയിട്ട് അവളെ എന്തേലും ചെയ്തിരിക്കുമെന്ന് ഇവനൊരു പേടി. അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൂട്ടി അങ്ങോട്ട് പോയത്. അത് ശരി, അതിപ്പോ വീണ്ടും വഴക്കായില്ലേ? അത് ഞങ്ങള് സംസാരിച്ചു വെക്കുമ്പോഴാ അവളുടെ ചേട്ടൻ വന്നേ. അവൻ അവളെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് പോയി. അവൾ അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു പേടിയുണ്ട്. ആ ഫാമിലി ശരിയല്ല സുഭാഷ് ഏട്ടാ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തിന് കയറി അങ്ങ് തല്ലാൻ വരും. പോരാത്തിന് വായിന്ന് വരുന്ന വാക്കുകളോ അതിനേക്കാളും മോശം. എടാ, നാളെ നിങ്ങൾ കാരണം ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? അതെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ നിങ്ങള്? ഹായ് സീനിയർ. ഹലോ ജൂനിയർ. എനിക്കറിയില്ല സുഭാഷ് ഏട്ടാ. എനിക്കൊന്നും പറഞ്ഞോട്ടോ. എന്താ നീ ഇത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്നെ പറ്റി മോളെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ വന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിന് ഞാൻ ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? അല്ല,
ഇതെന്താ ബായൊക്കെയായിട്ട്? വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? അല്ല ഇതെന്താ ബായൊക്കെയായിട്ട്? അത് ശരിയാണല്ലോ. ഇതെന്താ ബാഗൊക്കെ ആയിട്ട് വന്നിരിക്കുന്നേ? എടി എന്താ ഇവിടെ പ്രശ്നം? ഹരീഷ്, നീ പോയതിനു ശേഷം വീട്ടിൽ വലിയ സീനായി. സീൻ എന്ന് പറഞ്ഞ ഒരു കൊലപാതക വൈബ്. അമ്മയും കൂടെ ജോയിൻ ചെയ്തതോടെ അത് പവറായി. രണ്ടും കൂടി എന്നെ അടിയോടടി. അടിച്ചാ? അവർക്ക് അതല്ലേ അറിയുള്ളൂ. ഇങ്ങനെയൊക്കെ ആവുന്ന ഞങ്ങള് വിചാരിച്ചില്ല. അത് വിട് ചേച്ചി, അവിടെ അതൊക്കെ നോർമലാ. ട്യൂണ്ടായി. ട്യൂണ്ടാ? അത് മനസ്സിലായി. ഇത്തവണ പക്ഷേ ഇച്ചിരി ഓവറായി പോയി. അച്ഛൻ 2 ഓപ്ഷൻ വെച്ചു. ഒന്നുകിൽ വീട് വിട്ടുപോണം, അല്ലെ ഹരീഷുമായിട്ടുള്ള എല്ലാ റിലേഷനും അവസാനിപ്പിക്കണം. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തു. കൺഗ്രാറ്റ്സ്. ഇനി മുതല് ഞാൻ ഇവിടെ താമസിക്കാൻ പോണേ. എടി നീ എന്തീ പറയണേ? കൊള്ളാം. പിന്നല്ലാതെ. മനസ്സിലായില്ലേ? നീ വേണോ അവര് വേണോന്ന് ഓപ്ഷൻ. ഞാൻ നീ എന്ന് കൊള്ളാൻ ടിക്ക് ചെയ്തു. സൂപ്പർ. ഇതിലും മേലെ അവിടെ പോയി അടിവാങ്ങാൻ എനിക്ക് വയ്യ. ഇനി ചെന്നാലും കേറ്റാനും പോണില്ല. അപ്പൊ ബെറ്റർ ഇവിടെ കൂടുന്നല്ലേ. ശരിക്കും ഇവിടെ കഴിയാൻ പോണോ? അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ബ്രോ. ആ അതന്നെ ഓപ്ഷൻ ഇല്ല. അതന്നെ കറക്റ്റ്. എടാ ഹരീഷ, ഇനിയൊന്നും നോക്കാനൊന്നുമില്ല. നമുക്കേ ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് ഈ കെട്ടങ്ങ് നടത്താം. അല്ല, നീതുവിന് ഇവിടെ കഴിയുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ആ എന്നാ ഓക്കെ. എടാ വേഗം പോയി റെഡി ആയി വന്നേ. ചെല്. എന്തിന്? എടാ കല്യാണത്തിന്. സുഭാഷ് ചേട്ടാ സുധീഷേ, നീ ഒന്നും മിണ്ടായിരുന്നേ. ഞാൻ എടുത്തിയടി ഓരോന്ന് ചെയ്യാനല്ല വേണ്ടത്. അയ്യോ സുഭാഷ് ചേട്ടാ, ഇതിനകത്ത് എന്ത് എടുത്തു ചാട്ടം? ഇതല്ലേ വയസ്സായിട്ടുള്ള ഡിസിഷൻ. നീ ഇത് വീട്ടിൽ നിന്ന് എന്തായാലും ഇറങ്ങി പോന്നു. ഇവിടെ താമസിപ്പിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കല്ലേ വേണ്ടത്. അതല്ല അതിന്റെ ഒരു രീതി. നിങ്ങൾ അതൊന്നും മിണ്ടായിരിക്കും. കറക്റ്റ് അല്ലേ? നീതു, മോളെ നീ ഒന്ന് അകത്തേക്ക് ഇരിക്കും. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നിധി, അവളെ അകത്തേക്ക് വിട്ടുണ്ടോ? പെട്ടെന്ന് കെട്ടാൻ നോക്കടാ. ഞാനിപ്പോ വരാം. മണവാളൻ ഇതിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ബാഗ് കൊടുത്ത് വീട്ടിലേക്ക് വന്ന പെണ്ണിനെ തിരിച്ചയക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതും വീട്ടിൽ നിന്ന് പ്രശ്നം ഉണ്ടാക്കി വന്ന ഒരാള്. ഇവിടേക്ക് വരുന്ന എല്ലാരും വീട്ടുകാർ പ്രശ്നമാണല്ലോ. ഏടത്തിയുടെ വീട്, സുനന്ദേച്ചിയുടെ വീട്, ഇപ്പൊ നീതുവിന്റെ വീട്, എല്ലാവരും നമ്മളടി മാത്രം. ബാവു, തിരിച്ചയക്കാൻ പറ്റില്ല എന്നുള്ള ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ എങ്ങനെ നമ്മൾ താമസിപ്പിക്കും? അതെ, ഇവിടെ താമസിപ്പിച്ചാലും അവളുടെ വീട്ടുകാര് പ്രശ്നം ഉണ്ടാക്കാൻ വരും. അതല്ലേ ഞാൻ കെട്ടിക്കാൻ പറഞ്ഞത്. സുധീഷ് ചേട്ടാ, ഇതെന്താ എല്ലാരും എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഹൈ, അവള് തീരുമാനം എടുത്ത് ഇറങ്ങി പോകുന്നതല്ലേ. ഹരീഷിന് അവളെ ഇഷ്ടമായ സ്ഥിതിക്ക് നമ്മൾ കൂടെ നിന്ന് നടത്തി കൊടുക്കല്ലേ വേണ്ടത് അല്ലേ? അങ്ങനെ ഇടിപിടിന്ന് കല്യാണം നടത്താൻ പറ്റുവാടാ? നീതു ചെറിയ കുട്ടിയാ. ഹരീഷും കല്യാണത്തിന് റെഡിയാണോന്നും അറിയില്ല. രണ്ടുപേരും ഇപ്പോഴാ പരസ്പരം സംസാരിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പോലും നമുക്കറിയില്ല. വേറെ ആരും വേണ്ട, ഹരീഷ് മാത്രം മതിയെന്ന് പറഞ്ഞ് നീതു ഇറങ്ങി വന്നില്ലേ? അതിൽ കൂടുതൽ ഇപ്പൊ എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? സുഭാഷ് ഏട്ടാ, ഹരീഷ് എന്താന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അവളെ ഇറങ്ങി വന്നത്. അപ്പൊ രണ്ടുപേരും കെട്ടിച്ചു വിടുന്നല്ലേ അതിന്റെ ശരി അല്ലേ? അതങ്ങനെയല്ല. പിന്നെ നീതു ഹരീഷിനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതല്ല. വീട്ടുകാർ അവളെ തല്ലിയപ്പോ അവൾക്ക് ദേഷ്യം വന്നു. ഓരോ ഓപ്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോ അവൾക്ക് വാശി കയറി എടുത്ത തീരുമാനം ഇത്. അല്ലാതെ കല്യാണം കഴിക്കണമെന്ന് തീരുമാനം എടുത്ത് വന്നതൊന്നും അല്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ശരി, സമ്മതിച്ചു.
പക്ഷെ ഇവിടെ നിർത്തണമെങ്കിൽ നമ്മൾ കല്യാണം കഴിപ്പിച്ചല്ലേ പറ്റൂ. ഹരീഷേ, നിന്റെ അഭിപ്രായം എന്താ? അല്ല അത് ഇപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാലിപ്പോ എന്താ? എടാ വെറുതെ ചിന്തിച്ച് തല പുണ്ണാക്കാതെ നീ വേഗം കെട്ടാൻ നോക്ക്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. നിങ്ങൾ ആദ്യമൊന്നും മിണ്ടാതിരിക്കും. എല്ലാത്തിനും പരിഹാരം കല്യാണമാണെന്ന് വിചാരിക്കരുത്. അല്ല ഇപ്പൊ വേറെന്താ പരിഹാരം ഉള്ളത്? അത് പറ. അവളെ ഇവിടെ വെറുതെ നമുക്ക് താമസിപ്പിക്കാൻ പറ്റൂ? നാളെ അവളുടെ പാരന്റ്സ് വന്ന് എന്റെ മോളെ കടത്തിക്കൊണ്ടുപോയി ഇവിടെ പൂട്ടിയിട്ടിരിക്കാന്ന് ഒരു പരാതി കൊടുത്താലേ അതോടെ പോലീസ് വന്ന് അവളെ പിടിച്ചോണ്ട് അങ്ങ് പോവും. കൊണ്ടുപോയി അവര് വെറുതെ ഇരിക്കുന്ന നീ വിചാരിച്ചേ? ആ കുട്ടി അനുഭവിക്കാൻ പോകുന്ന ടോർച്ചർ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാ? കല്യാണം കഴിഞ്ഞാൽ നമുക്കൊരു സേവുണ്ട്. ഇവിടെ നിർത്താൻ നമുക്കൊരു കാരണം പറയാം. നീ എന്താ ഹരീഷ പറയുന്നത്? അത് ഞാനത് എടാ കല്യാണം കഴിക്കാൻ സമ്മതം പറയടാ. ഇയാള് വെറുതെ സുധീഷേട്ടാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. എന്തോന്നിനെ? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. പറയടാ. ഇവൻ വരുവാ. അതെ ഇങ്ങോട്ട് പാടും. എന്താ സുധീഷേട്ടൻ ഈ കല്യാണം മാത്രം പറയണേ? പിന്നല്ലാതെ വേറെ ഒരു ഓപ്ഷൻ ഇല്ലേ? എടാ പൊട്ട, അതല്ല ഞാൻ അകത്ത് വെച്ച് മലയാളത്തിൽ പറഞ്ഞേ. നീ ഇത് വീട് വിട്ട് ഇറങ്ങി പോന്നില്ലേ? ഇനി നമുക്ക് എന്തോ ഓപ്ഷനുള്ളേ? എടാ അത് ചെയ്യാതെ അവൾ ഇവിടെ ഇരിക്കുന്നതാണ് ആപത്ത്. മനസ്സിലായോ? ഇനി കല്യാണം കഴിക്കാതെ അവൾ ഇവിടെ നിർത്താൻ പറ്റുമെന്ന് നീ വിചാരിക്കുന്നുണ്ടാ? പോലീസ് കേസ് പോട്ടെ, കോടതിയിൽ നിന്റെ കൂടെ പോണെന്ന് അവള് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി സമ്മതിക്കും. പക്ഷേ നാട്ടുകാരെന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടാ? ദേ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നാട്ടുകാരുടെ അവളുടെ വീട്ടുകാരുടെയും പോലീസിന്റെ ഒക്കെ വായ നമുക്ക് അടച്ചു വെക്കാന്നേ. എടാ ഹരീഷേ, എന്താണ് ഇത്ര ആലോചിക്കുന്നത്? നിന്റെ സുഭാഷേട്ടന് ഈ ജന്മം കല്യാണം നടക്കത്തില്ല. ഒറ്റ മരത്തിലെ കുരങ്ങനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങനെ അങ്ങ് കഴിയും. അത് അവന്റെ തലയെഴുത്ത്. നിങ്ങളുടെ മകനായിട്ട് പിറന്നു എന്നുള്ളത് മാത്ര സുഭാഷേട്ടനുള്ള ഒരേ ഒരു ദോഷം. എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങന്മാരായിട്ട് കാണാൻ അവന്റെ യോഗം.